ഇനി നമുക്ക് പഠിക്കാനുള്ള സ്ട്രിങ് ആണ്. സ്ട്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ അറേസ് പഠിച്ചില്ലേ, ആ അറേ തന്നെയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അറേസിൽ എന്താണ് നമ്മൾ ചെയ്തത്? കളക്ഷൻ ഓഫ് സിമിലർ ഡേറ്റ ടൈപ്പ്. സാധാരണ നമ്മൾ ഒരു വേരിയബിളിലേക്ക് ഒരു ഇൻറ്റിജറാണ് കൊടുക്കുന്നത്. നമുക്ക് കുറേ ഇൻറ്റിജർ ഉണ്ടെങ്കിൽ അതിനെ ഒരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലാക്കുന്നതിനാണ് നമ്മൾ അറേസ് എന്ന് പറയുന്നത്. നോക്കിയ അറേസ് എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ എടുത്തിട്ട് ഇവിടെ എല്ലാം കുറേ ഇൻറ്റിജേഴ്സ്, ഒന്ന് ഇവിടെ ഇൻറ്റിജർ വാല്യൂസ് സ്റ്റോർ ചെയ്യാം, അല്ല ഇതിനകത്തെല്ലാം നമുക്ക് ഫ്ലോട്ട് വാല്യൂസ് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ കുറേ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാം. നോക്കിക്കേ, സ്ട്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ക്യാരക്ടർ അറേ. സിമ്പിളാണ്. അതായത് ഇത്രയും നേരം നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്ന അറേസ് എന്താണെന്ന്. അറേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇൻറ്റിജർ വാല്യൂസ് അല്ല കുറേ ഫ്ലോട്ട് വാല്യൂസ് ആണ് നമ്മുടെ മെമ്മറി ലൊക്കേഷനിൽ കൊടുത്ത്. ഇവിടെ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ക്യാരക്ടേഴ്സ്, അതായത് ABCD കൊടുക്കുമെന്ന് ആലോചിച്ചാൽ മതി. സിമ്പിൾ അല്ലേ? അപ്പം നോക്കിയേ, വളരെ സിമ്പിളായിട്ട് സ്ട്രിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ക്യാരക്ടർ അറേ ടെർമിനേറ്റഡ് ബൈ, ഇവിടെ ഒരു പുതിയ സാധനമുണ്ട്, നൾ ക്യാരക്ടർ എന്നാണ് ഇതിന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതൊന്ന് എഴുതി വെച്ചോ. ഇതിന് പറയുന്ന പേര് നൾ ക്യാരക്ടർ എന്നാണ്. അതായത് ഒരു അറേ, ഒരു ക്യാരക്ടർ അറേ. നമുക്കറിയാം അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ എടുക്കും. ഇതിനകത്തോട്ട് സിമിലർ ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇത്രയും നേരം നമ്മൾ പഠിച്ചെന്താ? കുറെ ഇൻറ്റിജർ വാല്യൂസ് ഇതിനകത്തോട്ട് ഇടാം, അല്ലെ കുറേ ഫ്ലോട്ട് വാല്യൂസ് ഇടാം. എപ്പോഴും സിമിലർ ഡേറ്റ ടൈപ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇനി നമുക്ക് എന്തിടാം? നമ്മുടെ ABCD ഇടാന്ന് ആലോചിച്ചാൽ മതി. അതാണ് ക്യാരക്ടർ അറേ. ഇത്രയും നേരം പഠിച്ച അറേ തന്നെയാണ്. അറേക്കകത്ത് നമ്മൾ കുറെ ക്യാരക്ടേഴ്സ് ഇടുന്നെന്ന് മാത്രം ആലോചിച്ചാൽ മതി. അങ്ങനെയാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ഡെഫിനിഷൻ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ക്യാരക്ടർ ഒരു അറേ ഡിഫൈൻ ചെയ്യുവാണ്. ക്യാരക്ടർ അറേയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കണം. നമ്മളിപ്പോൾ M സിഗ്മ എന്നാണെന്നിരിക്കട്ടെ. ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ M, S, I, G, M, A. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ടെർമിനേറ്റഡ് വിത്ത് നൾ ക്യാരക്ടർ. അപ്പൊ എപ്പോഴും ഓർത്തോണം, നമ്മൾ ശരിക്കും ഒരു ക്യാരക്ടർ അറേ, ഒരു സ്ട്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ സേവ് ചെയ്യുകയാണ്. അതിൻ്റെ ലാസ്റ്റ് ക്യാരക്ടർ എപ്പോഴും നൾ ക്യാരക്ടർ. എ ക്യാരക്ടർ അറേ ടെർമിനേറ്റഡ് വിത്ത് നൾ ക്യാരക്ടർ എന്ന് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്താണ് പറയുന്നത്? വേറൊരു രീതിയിലും ഡിഫൈൻ ചെയ്യാം. ക്യാരക്ടർ അറേ, ഒരു അറേ എടുക്കാം. അല്ലെങ്കിൽ എന്താണ് ഒരു നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ M സിഗ്മ എന്നിട്ട് കഴിഞ്ഞാലും ഇതും ഇതിന്റെ ഡെഫിനിഷൻ കറക്റ്റ് ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് നോക്കിയേ, ഈ പറയുന്ന അറേ ഓഫ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ M ആയിരിക്കും, അറേ ഓഫ് 1 S ആയിരിക്കും, 2 I ആയിരിക്കും. ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലോ, ഇന്ത്യയിൽ പഠിച്ചു കൂട്ട് തന്നെ. ഇനി കോഡിലോട്ടൊന്ന് നോക്കിയേ, ഞാൻ എങ്ങനെയാണ് അറേ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞത്? ഞാൻ പറയുവാണ് ക്യാരക്ടർ ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇത്രയും നേരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുഴുവൻ പഠിച്ച ഇന്ത്യ അറേ എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഡിഫൈൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ശരിക്കും എന്താണ് പറയുന്നത്? ഇൻറ്റിജർ വാല്യൂ അല്ല, ക്യാരക്ടേഴ്സിന്റെ അറേയാണ്. അതുകൊണ്ട് എന്താണ് ക്യാരക്ടർ അറേ? അല്ല, ഞാനിവിടെ ഒരു നെയിം കൊടുക്കുന്നുണ്ട്, നമുക്ക് പേര് എങ്ങനെ കൊടുക്കാം? നെയിം ഈസ് ഈക്വൽ ടു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് M, A, N എന്തിടണം? ഇൻവേർട്ടഡ് കോമ ഇടണം. ഓക്കെ, N. നോക്കിയേ, ഇതുണ്ടല്ലേ, ഞാനിപ്പോൾ എൻ്റെ ക്യാരക്ടർ ഒരു അറേ ഡിഫൈൻ ചെയ്താണ്. നെയിം MANU. ഒന്ന് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് എറർ ഉണ്ടോ നോക്കിയാൽ എററൊന്നുമില്ല. അതായത് ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒന്ന് നോക്കാവൂ. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ് പറയുന്നത്? പ്രിൻ്റ് വെച്ചിട്ട് നോക്കാം. പ്രിൻ്റ് എന്താണ് ഇവിടെ പ്രിൻ്റ് ചെയ്യേണ്ടത്? %C ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. എന്താണ്? ഞാനിപ്പോൾ എൻ്റെ നെയിം എന്നുള്ള അറേയിലെ 0 ഏതാണെന്ന് നോക്കാം. നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ? 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ M വന്ന്. ഇനി അടുത്ത ഏതാണ്? 1 നോക്കിക്കേ. 1 നോക്കിയേ, EA വന്നു. ഇവിടെ എപ്പോഴും ഒരു കാര്യം ഓർക്കണം, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ കമ്പൈലറിന് മനസ്സിലാകുകയല്ല ഈ സ്ട്രിങ് അവസാനിക്കുന്നത് എപ്പോഴാണെന്ന്. എപ്പോഴും ഇങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇറ്റ് ഷുഡ് ബി ടെർമിനേറ്റഡ് വിത്ത് എന്താണ് പറയുന്നത്? നൾ ക്യാരക്ടർ. ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ അറേ നമ്മൾ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനല്ല ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ മറ്റേ രീതിയിലാണ്, ഞാൻ രണ്ടാമത് കാണിച്ച രീതിയിൽ. എങ്കിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തോണം കമ്പൈലർ ഇത് സ്ട്രിങ് ആയിട്ട് എടുക്കും, ലാസ്റ്റ് എലമെന്റ് നൾ ക്യാരക്ടർ ആയിട്ട് എടുക്കും. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അറേ പോലെ തന്നെ ഇത് 0th, ഇത് 1, 2, 3
അതായത് ഇതിന്റെ സ്ട്രിങ്ങിന്റെ ലെങ്ത് 4 ക്ലിയർ അല്ലേ? ഇനി അല്ലാതെ നമ്മൾക്ക് ഇതിനെ വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ മനു എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാലും ഇതും എന്താണ്, അറയായിട്ടേ എടുക്കത്തുള്ളൂ. ഇവിടെ നമ്മൾ നൾ ക്യാരക്ടർ ഇടേണ്ട ആവശ്യമില്ല. കാരണം കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് പോയിന്റ് നൾ ക്യാരക്ടർ ആയിട്ട് എടുത്തോളും. എപ്പോഴും ഓർത്തോണം, നിങ്ങളുടെ മനസ്സിലിരിക്കേണ്ട, ബോർഡിലോട്ട് നോക്കിയാൽ മനസ്സിലിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സ്ട്രിങ്ങിന്റെ ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, നൾ ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെയാണ് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അറേ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിനകത്ത് നോക്കിയാൽ പ്രിന്റ് ഓഫ് പെർസെൻറ്റേജ് നെയിം അറയിലെ 2, അതായത് 0, 1, 2 ഔട്ട്പുട്ട് എന്താണ് പറയുന്നത്, n ഔട്ട്പുട്ട് പറയണം. നോക്കിയേ, n ഔട്ട്പുട്ട് വന്നിട്ടില്ലേ? ഇത്രയേ ഉള്ളൂ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ഏതാണ് പറയുന്നത്, മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യിപ്പിക്കാം. ഈ നൾ ക്യാരക്ടർ വെച്ചിട്ട് നമുക്കൊരു പ്രോഗ്രാം ചെയ്യേണ്ടി വരും. എന്നോടിപ്പോൾ പറയാണ്, ഞാനിപ്പോൾ എന്താണ് പറഞ്ഞത്, ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രിന്റ് ഓഫ് എന്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, ആ ഒരു ക്യാരക്ടർ, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്യാരക്ടർ മാത്രം പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. നെയിമിലെ എത്രാമത്തെയാണ്, 2 പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ എലമെന്റ്, ഇത് 0 പൊസിഷനാണ്, 1 ആണ്, 2. അപ്പൊ എന്താ, എം സിഗ്മയില് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും, ഐ കിട്ടും. അപ്പൊ ഈ പറയുന്ന ഞാൻ എന്താണോ ഇൻപുട്ട് കൊടുത്തത് ആ മുഴുവൻ എലമെന്റ്, മുഴുവൻ പേരും ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ നോക്കുകയാണ്. 4 ഇൻറ്റ് ഐ ഇസിക്കൽ ടു 0. ഇനി ഐയുടെ ഒരു കണ്ടീഷൻ ഉണ്ട്, അതവിടെ കിടക്കട്ടെ. എവിടെ വരെയാണ് നമ്മൾ പറയുന്നത്, i++. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പറ്റുന്നത്, ഇനി ഞാൻ പറയാണ് എന്താണ് അപ്പോൾ പ്രിന്റ് ചെയ്യേണ്ടി വരിക. ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു, ഫോർ ലൂപ്പ് ഇവിടെ എൻഡ് ചെയ്തു. ഇനി എന്താണ് നെയിം ഓഫ് ഐ. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ ഓരോ പ്രോഗ്രാമും, ഞാൻ പറഞ്ഞില്ലേ, ഓരോ പ്രോഗ്രാമും നമുക്ക് ലോജിക്ക് കിട്ടണേൽ കുറേ കഴിയുമ്പോൾ നമ്മൾ ഫങ്ഷൻസ് ഇപ്പോൾ പഠിക്കാൻ പോകണം. അതൊക്കെ പഠിക്കുമ്പോൾ കുറേ ലോജിക്ക് കിട്ടണേൽ എങ്ങനെയാണ് ആ സി പ്രോഗ്രാം പോകുന്നതെന്ന് ലൈൻ ബൈ ലൈനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് ഓക്കെ i1 എടുത്തു, ഇത് പ്രിന്റ് ചെയ്തു, i2 എടുത്തു, ഇത് പ്രിന്റ് ചെയ്തു, അങ്ങനെ നമ്മൾ എഴുതി നോക്കണം. അങ്ങനെ കുറേ പ്രാവശ്യം പഠിക്കുമ്പോഴത്തേനാണ് ഈ ലോജിക്ക് എന്ന് പറയുന്ന സാധനം കിട്ടുന്നത്. അല്ലാതെ ഇതൊന്നും ആദ്യമേ എല്ലാവർക്കും കിട്ടുന്നല്ലേ. കുറേ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ലോജിക്ക് ഓട്ടോമാറ്റിക്കലി വന്നോളൂ. ഓക്കെ അല്ലേ? ഇതിലൊന്നും അധികം ചിന്തിക്കാനൊന്നുമില്ല. എന്നാലും നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. i0 എടുത്തുകൊണ്ട് എന്താണ് പറയുന്നത്, i0 എടുത്തുകൊണ്ട് നമ്മളോട് പറയുന്നത് നെയിം ഓഫ് 0 പ്രിന്റ് ചെയ്യാൻ. എന്ത് പ്രിന്റ് ചെയ്യും, നെയിമിലെ 0 എന്താണ്, m ആണ്. അടുത്ത ശരിക്കും എന്താണ്, i1 എടുക്കാൻ പറഞ്ഞിട്ട് നെയിം 1 s പ്രിന്റ് ചെയ്യും. അടുത്ത i2 എടുത്തിട്ട് നെയിം 2 പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. നെയിം ഓഫ് 2 ഏതാണ്, ഐ പ്രിന്റ് ചെയ്യും. മനസ്സിലായില്ലേ? അടുത്ത i3 എടുക്കുമ്പോൾ ജി പ്രിന്റ് ചെയ്യും. അങ്ങനെ നമുക്ക് എവിടെ വരെ പ്രിന്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി, ഞാൻ പറഞ്ഞിരുന്നു, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ്, നമുക്ക് ചില പ്രോഗ്രാമിൽ ഉപയോഗിക്കേണ്ടി വരും. സ്ട്രിങ്ങിന്റെ ലാസ്റ്റ് ക്യാരക്ടർ എപ്പോഴും എന്താണ്, നൾ ക്യാരക്ടർ ആണ്. അതായത് എവിടെ വരെയാണ് എവിടെ വരെ ഈ ലൂപ്പ് ഓടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ലാസ്റ്റ് ഈ അറയുടെ, അതായത് എൻ്റെ അറയുടെ പേരുന്ന നെയിമാണ് ഐ, ലാസ്റ്റ് എന്ന് പറയുന്ന സാധനം നോട്ട് ഈക്വൽ ടു എൻ്റെ നൾ ക്യാരക്ടർ ആയിരിക്കണം. മനസ്സിലായില്ലേ? ഇതൊന്ന് നോക്കിയേ, ഇത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ റൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ എം സിഗ്മ എന്ന് തന്നെ പ്രിന്റ് ചെയ്ത്. കാരണം എന്താണ്, ഇവിടെ നോക്കിയേ നെയിം ഓഫ് ഐ, ഇത് നോക്കിയേ i0 എടുത്ത്, എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പറയുന്നത് എന്താ, നെയിം ഓഫ് 0 നൾ ക്യാരക്ടർ ആണോ, നൾ ക്യാരക്ടർ നോട്ട് ഈക്വൽ ടു എന്നാണ്, നൾ ക്യാരക്ടർ അല്ല, ദെൻ കണ്ടീഷൻ ട്രൂ ആണ്. നെയിം ഓഫ് ഐ പ്രിന്റ് ചെയ്ത് ഏതാണ്, എം പ്രിന്റ് ചെയ്ത്. ഞാനിപ്പോൾ ഇവിടെ ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഒരു സ്ലാഷിനോട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഓരോന്നുമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇത് നോക്കിയേ, ആദ്യമേ എം സിഗ്മ എന്ന് പറയുന്നത് ഈ നെയിം എന്ന് പറയുന്ന ഈ സ്ട്രിങ്ങിലേക്ക്, അതായത് എൻ്റെ ക്യാരക്ടർ അറേ കൊടുത്ത് ഞാൻ 0 എടുത്ത്, i0 എടുത്താൽ നെയിം ഓഫ് 0 നൾ ക്യാരക്ടർ ആണോ, നെയിം ഓഫ് 0 എം ആണ്, നൾ ക്യാരക്ടർ അല്ല. അതുകൊണ്ട് നെയിം ഓഫ് 0 പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു, എം പ്രിന്റ് ചെയ്തു. അടുത്ത ഐ ഇൻക്രീസ് ചെയ്തിട്ട് എന്ത് വന്നു, ഐ ഇൻക്രീസ് ചെയ്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ലൂപ്പ് പിന്നെ ഇങ്ങോട്ട് പോകല, പിന്നെ അടുത്ത് വിടും. i2 ആയി, i1 എടുത്തപ്പോൾ നെയിം ഓഫ് 1 നൾ ക്യാരക്ടർ ആണോ, അല്ല, എസ് ആണ്. അതുകൊണ്ട് നെയിം ഓഫ് 1 പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു, എസ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അടുത്ത i2 എടുത്ത്, i2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിം ഓഫ് 2 നൾ ക്യാരക്ടർ ആണോ, അല്ല. അങ്ങനെ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 0 എടുത്ത്, 1 എടുത്ത്, 2 എടുത്ത്, 3 എടുത്ത്, 4 എടുത്ത്, 5 എടുത്ത്, 6 എടുത്ത്, i6 എടുത്തപ്പോൾ നെയിം ഓഫ് 6
ഓട്ടോമാറ്റിക്കലി നോക്കിയാൽ ഈ എലമെന്റ് ലാസ്റ്റ് എലമെന്റ് എന്തായിരിക്കും? നൾ ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ ഈ ഒരു സാധനം നമുക്ക് സ്ട്രിങ് ക്യാരക്ടർ വൈസ് പ്രിന്റ് ചെയ്യണം. നമുക്കൊരു വലിയ സ്ട്രിങ് ഉണ്ട്, ആ സ്ട്രിങ്ങിൽ ഓരോരോ ക്യാരക്ടർ വൈസ് ആയിട്ട് ആ സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം വേണ്ടി വരും. പക്ഷെ ഇതൊന്നും നമുക്ക് ആവശ്യം വേണ്ടി വരില്ല. കാരണം ഒരു സ്ട്രിങ് ഫോർമാറ്റ് സ്പെസിഫയർ നമ്മളിപ്പോൾ പഠിക്കാൻ പോവാണ്. സ്ട്രിങ്ങിനെ നമ്മൾ ഏതാണ് പറയുന്നത്? പെർസെൻറ്റേജസ്. അതായത് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് നമ്മൾ ഇങ്ങനെ സ്കാൻ ചെയ്യുന്നു എന്നാണ്. അതായത് ഇപ്പം നമ്മൾ എന്താ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആണ് പ്രിന്റ് ചെയ്തത്. ആദ്യമേ നോക്കിയാൽ കോഡിലോട്ട് നോക്കിയാൽ, കോഡിൽ ഞാൻ ആദ്യമേ എം സിഗ്മ എന്ന് പറയുന്ന ഒരു വലിയ സ്ട്രിങ് കൊടുത്ത്, എന്നിട്ട് ഈ സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത്? ഞാൻ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ടാണ് പ്രിന്റ് ചെയ്തത്. അതിൻ്റെ ആവശ്യമില്ല. ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, പെർസെൻറ്റേജസ് വെച്ച് ഈ സ്ട്രിങ് ഫോർമാറ്റ് സ്പെസിഫയർ വെച്ചിട്ട് നമുക്ക് ക്യാരക്ടർ ബൈ ക്യാരക്ടർ അല്ല, ഒറ്റയടിക്ക് തന്നെ സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യാം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കാൻഎഫിലും ഈ പറഞ്ഞ പ്രിന്റ് എഫിലും ശരിക്കും നമുക്ക് എന്ത് ഉപയോഗിക്കാം? പെർസെൻറ്റേജ് എസ് ഉപയോഗിക്കാം. പെർസെൻറ്റേജ് എസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സ്ട്രിങ് മൊത്തത്തിൽ പ്രിൻ്റായി കിട്ടും. ഒന്ന് നോക്കിയേ, കറക്റ്റ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ക്യാരക്ടർ അറേയെ നമ്മൾ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് നമ്മളെന്താണ്? പ്രിന്റ് എഫ് എൻ്റർ നെയിം സ്കാൻഎഫ്. ആ എൻ്റർ ചെയ്യുന്ന മൊത്തം ഇതിനെ എന്താണ്? പെർസെൻറ്റേജ് എസ് വെച്ചിട്ട് ഞാൻ സ്കാൻ ചെയ്യുവാണ്. എവിടോട്ടാണ് സ്കാൻ ചെയ്യുന്നത്? നെയിമിലേക്കാണ് ഞാൻ സ്കാൻ ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം ആലോചിച്ചോണം. ഈ പറയുന്ന നെയിമിനകത്ത് ആംപർസൻ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അത് നമ്മൾ വഴിയേ ഇപ്പം മനസ്സിലാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ട്രിങ് അല്ലെ അറേ എന്ന് പറയുന്നത് തന്നെ എന്താണ് പറയുന്നത്? ഇറ്റ്സ് എ പോയിന്റർ ആണ്. അത് പോയിന്റർ പഠിക്കുമ്പം വിശദമായിട്ട് പഠിക്കാം. ഈ പറയുന്ന പെർസെൻറ്റേജ് എസ്സിന് നമ്മളിവിടെ ഏതാണ് പറയുന്നത്? ആംപർസൻ സൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഒന്ന് നോക്കി, ഇനി ഞാൻ ആ പ്രിന്റ് എഫ് ഏതാണ് എന്താണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്? പെർസെൻറ്റേജസ് ആണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. പെർസെൻറ്റേജസ് ഏതാണ് പ്രിന്റ് ചെയ്യേണ്ടത്? നെയിമാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഇനി ഒന്ന് നോക്കിയേ, കോഡൊന്ന് റൺ ചെയ്ത് നോക്കിയേ, ഏതാണ്? ക്യാരക്ടർ നെയിം. ഇവിടെ ഒരു കാര്യം ഓർക്കണം. ഇവിടെ ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഒന്നേ നമുക്ക് ക്യാരക്ടർ നെയിം ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് മനു എന്ന് പറഞ്ഞിട്ട് വേണേൽ കൊടുക്കാം. ഇത് കറക്റ്റാണ്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഈക്വൽ ടു ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഇവിടെ അറേക്കൊരു സൈസ് നമ്മൾ കൊടുത്തേ പറ്റൂ. ഇത് ഓർത്തോണേ. കാരണം നിങ്ങൾക്ക് ലാബ് എക്സാമിൽ പലരും പറയുന്നുണ്ട് ലാബ് എക്സാം എഴുതുന്നുണ്ടെന്ന്. അപ്പം പഠിച്ചു വെച്ച് പോകുമ്പോഴത്തേനും നമ്മൾ പ്രോഗ്രാം ഒക്കെ എഴുതുമ്പോഴത്തേനും ഇങ്ങനെ എഴുതിയിട്ട് പോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എറർ കാണിക്കും. ആ എററിൽ ഒരു കാര്യമുണ്ട്, നമ്മൾ അത് ഈക്വൽ ടു കൊടുക്കുന്നില്ല. ഇവിടെ ക്യാരക്ടറിൻ്റെ സൈസ് കൊടുത്തേ പറ്റൂ. ക്ലിയർ അല്ലേ? എൻ്റർ നെയിം ഞാൻ മനു എന്നൊരു പേര് കൊടുത്തു. ഓക്കെ, കണ്ടില്ലേ? മനു തന്നെ പ്രിന്റ് ചെയ്തത്. അതായത് ഞാൻ കൊടുത്ത സാധനം എന്താണോ, ക്ലിയർ അല്ലേ? ഞാൻ ഈ കൊടുത്തത് എന്താണോ, ഞാൻ എൻ്റർ നെയിം ഓക്കെ ഒരു സ്ലാഷൻ കൊടുക്കാം. അപ്പം ആ ന്യൂ ലൈനിൽ പ്രിന്റ് ചെയ്തിട്ട് ഞാൻ എൻ്റർ നെയിം ഓക്കെ ഞാൻ എന്ത് കൊടുത്തു? മനു എന്ന് കൊടുത്തു. എന്ത് പ്രിന്റ് വന്നു? മനു എന്ന് വന്നു. കണ്ടില്ലേ? ഞാൻ നെയിം കൊടുത്തപ്പോഴത്തേന് അതെന്ത് ചെയ്തു? ഈ നെയിമിലേക്ക് സ്കാൻ ചെയ്തു. ആ പെർസെൻറ്റേജസ് നെയിം തന്നെ പ്രിന്റിങ് ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പറയുന്ന ക്യാരക്ടർ ബൈ ക്യാരക്ടർ ഒന്നും അറേസിനെ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അറേയിലുള്ള എല്ലാ എലമെന്റിനും ഒറ്റയടിക്കുക. അതായത് ഇപ്പം ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്തത് എന്താ? മനു എന്ന് പറയുന്ന സാധനം എൻ്റെ ഒരു അറേ എടുത്ത്. ഓക്കെ, എൻ്റെ അറേയുടെ പേരെന്താണ് ഞാൻ എടുത്തത്? ഇപ്പൊ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണം, ക്യാരക്ടർ നെയിമാണ്. ഇതാണ് എൻ്റെ അറേയുടെ പേര്. ദാറ്റ് ഈസ് ഈക്വൽ ടു മനു എന്ന് ഞാൻ എടുത്തു. ഇതെടുക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ടൊരു നെയിം എന്ന് പറയുന്ന അറേയായി. അതിനകത്ത് എന്തായി? MI AI NI UI. ഇറ്റ് ഈസ് എൻഡിങ് വിത്ത് എ നൾ ക്യാരക്ടർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയേ ഉള്ള അർത്ഥം. അല്ലെങ്കിൽ ഒരു യൂസർ മനു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു എലമെന്റിനെ പെർസെൻറ്റേജസ് ഈ നെയിമിലേക്ക് എനിക്ക് സ്കാൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ കിടക്കുന്ന എല്ലാ സാധനവും പെർസെൻറ്റേജസ് ഉപയോഗിച്ച് എനിക്ക് പ്രിന്റും ചെയ്യാം. അത്രയും ഓർത്താൽ മതി. അങ്ങനെയാണ് ഇവിടെ ഒരു കാര്യം നോക്കണേ. ഞാൻ ഒന്നുകൂടി റൺ ചെയ്യുവാണ്. ഇവിടെ എം സിഗ്മ എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ട് വന്നു. ഇനി ഞാൻ ഒന്നുകൂടി റൈറ്റ് ചെയ്തിട്ട് എം സിഗ്മ സ്പേസ് ഇട്ടിട്ട് ഗോകുലം എന്ന് കൊടുത്ത് എന്താണ് പ്രിന്റ് വന്നെന്ന് നോക്കിയാൽ എം സിഗ്മേ വന്നുള്ളത്. അതായത് പെർസെൻറ്റേജസിന് മൾട്ടിവേഡ് എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അവിടെ നമ്മൾ സ്ട്രിങ്ങിൽ പുതിയ രണ്ട് കാര്യം പഠിക്കണം, ഗെറ്റസ് ആൻഡ് പുട്ടസ്.
ഒന്നുമില്ല. ഗെറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൻഎഫിന് ഈക്വലൻ്റ് ആണ്. പുട്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പ്രിൻ്റ്എഫിന് ഈക്വൽ ആണ്. അതായത് നമുക്ക് ഈ പറയുന്ന പ്രോഗ്രാമിനകത്ത് നമ്മളൊരു നെയിം എടുക്കാൻ നേരത്ത്, അതായത് ഗെറ്റസ് എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് എടുക്കണം, എൻ്റെ നെയിം എന്ന് പറയുന്ന ഈ പറയുന്ന അറയിലോട്ട് എടുക്കണം. ഡൗട്ട് ഒന്നുമില്ലല്ലോ. അതുപോലെ തന്നെ അപ്പൊ എന്താണ്, ഗെറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാൻഎഫ് എന്നാണ്. പക്ഷെ ഗെറ്റസ് എന്ന് പറയുന്നത് വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സേഫ് അല്ലാത്തതാണ്. പല സി പ്രോഗ്രാമിനകത്തും നമ്മളിപ്പോൾ ഗെറ്റസ് എടുത്ത് കഴിയുമ്പോഴത്തേന് ഇപ്പം ഇതിനകത്ത് റണ്ണാവുമോ നമ്മൾ നോക്കണം. ശരിക്കും ഗെറ്റസ് ചില സി പ്രോഗ്രാമിനകത്ത് ചില കമ്പൈലറിനകത്ത് നമ്മൾ വർക്ക് ചെയ്യില്ല, കാരണം അത് ഔട്ട്ഡേറ്റഡ് ആണ്, സേഫും അല്ല. അതിന് പകരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എഫ് ഗെറ്റസ്. പുട്ടസ് എല്ലായിടത്തും തന്നെ ആകും. നമ്മളപ്പോൾ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റസിൻ്റെ എന്താണ് നോക്കാം, ഗെറ്റസ് നെയിം. ഓക്കെ, ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെറ്റസ് കഴിഞ്ഞിട്ട് എന്താണ്, പുട്ടസ്. ആ ഗെറ്റ് ചെയ്ത സാധനത്തെ പ്രിന്റ് ചെയ്യാൻ പറയുന്നു. വളരെ സിമ്പിളാണ്. ഇത് നമുക്ക് റൺ ചെയ്യുമോ നോക്കാം. ഇവിടെ ഗെറ്റസിന് എന്താണ്, ഈ പറയുന്ന ഗെറ്റസിന് എററുണ്ട്. ക്ലിയർ അല്ലേ? അപ്പം ഗെറ്റസിനും ഇത് വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടും ഇത് ഗെറ്റസ് എല്ലായിടത്തും എത്തുകയില്ല. അതിന് പകരമുള്ള ഒരു പുതിയൊരു സാധനമാണ് എഫ് ഗെറ്റസ് എന്നാണ് ഇടുന്നത്. മനസ്സിലായില്ലേ? എഫ് ഗെറ്റസിനകത്ത് അതിൻ്റെ ഒരു മോഡലുണ്ട്. ആദ്യമേ ആ സ്ട്രിങ്ങിൻ്റെ പേരിടണം, എന്നിട്ട് സ്ട്രിങ്ങിൻ്റെ സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം, എന്നിട്ട് ഇവിടെ ഒരു ഫയൽ നെയിം. ഈ ഫയൽ നെയിമിനെ കുറിച്ച് നമ്മൾ വഴിയേ പഠിക്കും. ഇതിനെ നമ്മൾ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് എന്ന് ഇപ്പോൾ ഓർത്താൽ മതി. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഇത് കാണാതെ ഓർത്താൽ മതി. അവിടെ stdin ഇട്ടാൽ മതി. ശരിക്കും നോക്കിയോണം. നമ്മളിപ്പോൾ ഗെറ്റസ് വർക്ക് ചെയ്യല. പുട്ടസിന് പ്രശ്നമൊന്നുമില്ല. ഗെറ്റസിന് പകരം നമ്മൾ സ്കാൻഎഫിന് പകരം എന്താണെന്ന് എഫ് ഗെറ്റസ് എന്ന് പറയുന്നതാണ്. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, അറയുടെ പേര് കൊടുക്കണം, അറയുടെ സൈസ് സ്പെസിഫൈ ചെയ്യണം, പിന്നെ പറയുന്ന സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ stdin എന്ന് നോക്കിയാൽ മതി. ക്ലിയർ അല്ലേ? എന്നിട്ട് എന്താണ്, പുട്ടസ് നെയിം. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തു. ഞാൻ എം സിഗ്മ ഗോകുലം എന്ന് കൊടുത്തു. കണ്ടില്ലേ, പുട്ടസിൽ വന്ന് കണ്ടില്ലേ? വളരെ സിമ്പിളാണ്. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫ് ഗെറ്റസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സമയം എടുക്കും. റൺ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേന് മനസ്സിലാവും. ഈ പറയുന്ന എഫ് ഗെറ്റസ് അടിക്കുമ്പോഴത്തേന് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല താമസമാണ്. അതായത് ഒറ്റ കാര്യമുള്ളൂ, മൾട്ടിവേഡ് എടുക്കണമെങ്കിൽ ഗെറ്റസും പുട്ടസുമാണ്. പക്ഷേ ഗെറ്റസും പുട്ടസും നിങ്ങൾ ഓർത്തിരുന്നോണം, തിയറി ആയിട്ട് പഠിക്കണം. നമ്മൾ ലാബിൽ ചെയ്യുമ്പോഴത്തേന് ഇതിപ്പോൾ ഒരു കമ്പ്യൂട്ടറിലും ചിലപ്പം ചിലടത്ത് വർക്കാവും, പക്ഷേ വാണിംഗ് കാണിക്കും. അപ്പോൾ ഓർത്തോണം, നമ്മൾ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ എന്താണ് ചെയ്തത്, ഈ പറയുന്ന സ്ട്രിങ്ങിനകത്ത് ഒരാളോടൊരു പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു, ഒരു എൻ്റെ നെയിം എന്ന് പറഞ്ഞു. ആ നെയിം എന്ന് പറയുന്നത് നമ്മൾ സ്കാൻ ചെയ്യുവാണ്. %s വഴി സ്കാൻ ചെയ്താൽ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ, ഒരു സിംഗിൾ വേർഡേ കിട്ടത്തുള്ളൂ. മൾട്ടി വേർഡ് കിട്ടണതിൽ ഗെറ്റ് എസ് എന്ന് പറഞ്ഞിട്ട് ആ അറയുടെ പേരും കൊടുത്താൽ മതി. അതിനകത്തോട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്, അതായത് സ്കാൻഎഫിന് പകരം ഒന്ന് ഓർത്താൽ മതി. എപ്പോഴും സ്കാൻഎഫ് കൊടുത്താൽ എന്താണ്, സ്കാൻഎഫ് കൊടുത്താൽ നമ്മൾ പഠിച്ചില്ലേ, ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേന് സ്കാൻഎഫ് കണ്ട പാടെ കെർസർ വെയിറ്റ് ചെയ്യും. എന്താ കണ്ടില്ലേ, കെർസർ വെയിറ്റ് ചെയ്താണ്. ഞാനിപ്പോൾ എന്ത് ചെയ്തു, മനു എം എന്ന് സ്പേസ് കൊടുത്ത്. അപ്പം നോക്കിക്കേ, ആ കൊടുത്ത് എങ്ങോട്ട് പോവും, നെയിം എന്ന് പറയുന്ന ഈ പറയുന്ന അറയിലോട്ട് പൊക്കോളും. അത് ഞാൻ പ്രിന്റ് ചെയ്യാൻ കണ്ടില്ലേ, പുട്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മൾട്ടി വേർഡ് പ്രിന്റ് ചെയ്ത് കാണിക്കാനുള്ളതാണ്. അപ്പം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ ഇതാണ്. ഇതെല്ലാവരും ഓർത്തിരുന്നാൽ മതി. എഫ് ഗെറ്റസ് ആണ് ഉപയോഗിക്കുന്നത്. സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഗെറ്റസ് എന്ന് എഴുതിയിട്ട് ആ ഏതാണ് അറയുടെ പേരും കൊടുത്താൽ മതി, സ്ട്രിങ്ങിൻ്റെ പേര്. അത് പ്രിന്റ് ചെയ്യിക്കണേ പുട്ടസ് അറയുടെ പേര് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ ഗെറ്റസ് എല്ലായിടത്തും വർക്കില്ല. അത് ഓൾഡൻ ആണ്, ഔട്ട്ഡേറ്റഡ് ആണ്, സേഫും അല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് എഫ് ഗെറ്റസ് ആണ്. അതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ആദ്യമേ സ്ട്രിങ്ങിൻ്റെ പേര് കൊടുക്കണം, അതായത് ഏത് അറയിലോട്ടാണ് സേവ് ചെയ്യേണ്ടത്, പിന്നെ അതിൻ്റെ കപ്പാസിറ്റി, ഇതതിൻ്റെ സൈസാണ് ഉദ്ദേശിക്കുന്നത്, സൈസ് കൊടുക്കണം. ഇതൊരു സ്റ്റാൻഡേർഡ് ഫയൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന stdin. ഇത് ഓർത്തിരുന്നോണം, ഇത് ആവശ്യമായിട്ട് വരുന്നതാണ്. ക്ലിയർ അല്ലേ? അടുത്തൊരു പ്രോഗ്രാം എഴുതിക്കുക. റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൻ്റെ നമ്മൾ ലെങ്ത് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ എന്താണ് പറയുന്നത്, ഒരു സ്ട്രിങ് ഇപ്പോൾ കൊടുത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ എന്താണ് പറയുന്നത്, ഇതൊരു സ്ട്രിങ് ആണ് ഞാനിപ്പോൾ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ സ്ട്രിങ്ങിൻ്റെ എനിക്ക് എന്ത് തരണം, 4 എന്ന് തരണം. അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്താണ് പറയുന്നത്, വേറൊരു സ്ട്രിങ് കൊടുക്കുവാണ്, വെൽക്കം എന്ന് കൊടുക്കുവാണ്. ഇതിൻ്റെ എനിക്ക് ലെങ്ത് എത്ര തരണം, 7 എന്ന് തരണം. അപ്പോൾ എല്ലാവരും എഴുതിക്കുക, പ്രോഗ്രാം എഴുതിക്കുക, റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ സ്ട്രിങ്. അപ്പോൾ സ്ട്രിങ് ലെങ്ത് കണ്ടുപിടിക്കേണ്ട ഒരു പ്രോഗ്രാം, അതായത് ക്യാരക്ടർ ബൈ ക്യാരക്ടർ. നമുക്ക് എപ്പോഴും അറിയാം
ഇതെന്തിനാണ് ഈ പ്രോഗ്രാം ചെയ്യിപ്പിക്കുന്നത് ചോദിച്ചാൽ ഇതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു സ്ട്രിങ് കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ലൈബ്രറി ഫംഗ്ഷൻ ഉണ്ട്, STRLE എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പഠിക്കാൻ പോവാണ്. പക്ഷെ അതിനു മുമ്പ് ഈ പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രിങ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകാനാണ്. ഇറ്റ്സ് എ ക്യാരക്ടർ അറേ എൻഡിങ് വിത്ത് നൾ ക്യാരക്ടർ. അവിടെയാണ് ശരിക്കും നമ്മുടെ എന്താണ് പറയുന്നത്, നമ്മുടെ പ്രോഗ്രാം ചെയ്യാനുള്ള ഇത് കിടക്കുന്നത്. എനിക്കൊരു സ്ട്രിങ്ങിൽ എല്ലാം കൗണ്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ട്രിങ്ങിലുള്ള എല്ലാ എലമെൻറ്റും കൗണ്ട് ചെയ്യുക. ലാസ്റ്റ് എവിടെ വരെയും കൗണ്ട് ചെയ്താൽ മതി, നൾ ക്യാരക്ടർ വരെയും കൗണ്ട് ചെയ്താൽ മതി. അതാണ് ഇതിനകത്ത് ഫോർ ലൂപ്പിൻ്റെ ഹിൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ എന്താണ് പറയുന്നത്, കൗണ്ട് ചെയ്യാൻ വേണ്ടി ഇൻറ്റ് കൗണ്ട് എന്ന് പറയുന്ന ഒരു ഏതാണ് പറയുന്നത് വേരിയബിൾ ഡിഫൈൻ ചെയ്തു. ഇനി ശരിക്കും ഞാൻ പറയാൻ പോകുന്ന ഒരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. 4 × i = 0. ഇനി ഞാൻ പറഞ്ഞു വിട്ടേ ഐ എവിടെ വരെ പോകണം എന്നുള്ള അവിടെ നിൽക്കട്ടെ, i++. ഓക്കെ, ഇനി ഞാൻ ആ ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്താണ് എനിക്ക് വേണ്ടത്? ആദ്യമേ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാം. ആദ്യമേ പ്രിന്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രിന്റ് ഒന്നുമല്ല, നമുക്ക് കൗണ്ട് മതി. നമ്മൾ കൗണ്ട് ചെയ്യാൻ പോവാണ്. അതായത് എൻ്റെ നെയിം എന്ന് പറയുന്നതിനകത്ത് മനു ഞാനിപ്പോൾ സേവ് ചെയ്തു. അതായത് നെയിം 0 M, നെയിം 1 A, 2 N, 3 നെയിം ഓഫ് 3 U, നെയിം ഓഫ് 4 നൾ ക്യാരക്ടറാ. അതായത് നെയിം ഓഫ് എൻ്റെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഐ അപ്പം എവിടെ വരെ എടുക്കണം? ഈ പേര് നേരത്തെ ഞാനിപ്പം ഈ നെയിം = മനു എഴുതിക്കൊണ്ട് അറിയാം. യൂസറിൽ നിന്ന് ഇപ്പം മനുവിന് പകരം പല പേരായിരിക്കും എഴുതുന്നത്. അപ്പം നമുക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഒരു സ്ട്രിങ് എൻ്റർ ചെയ്യുന്ന ഇവിടെ ആയിരിക്കും, നൾ ക്യാരക്ടറിലായിരിക്കും. അപ്പം എൻ്റെ കേസിൽ ഇവിടെ ആണെങ്കിൽ ഐ എവിടെ വരെ ഓടിയാൽ മതി? I 0, 1, 2, 3 വരെ ഓടിയാൽ മതി. എനിക്ക് അങ്ങനെയാണ് ഇവിടെ എനിക്ക് അറിയാമായിരുന്നെങ്കിൽ എനിക്ക് <3 എന്ന് എഴുതിയാലും ഇത് കറക്റ്റായിട്ട് വർക്ക് ആയിക്കോളും. ക്ലിയർ അല്ലേ? പക്ഷേ എനിക്ക് കൗണ്ട് കണ്ടുപിടിക്കലാണ്. ഇത് 3 ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, 4 വരാൻ പാടില്ല. അതായത് നെയിം ഓഫ് എൻ്റെ ഐ, അതായത് ഐ ഞാൻ 0 എടുത്തു കഴിഞ്ഞാൽ അത് M ആയിരിക്കണം. ഐ ഞാൻ 1 എടുത്തു കഴിഞ്ഞാൽ നെയിം ഓഫ് 1 A, I 2 എടുത്തു കഴിഞ്ഞാൽ നെയിം ഓഫ് 2, I 3 എടുത്തു കഴിഞ്ഞാൽ നെയിം ഓഫ് 3 U ആണ്. പക്ഷെ 4 എടുത്തു കഴിഞ്ഞാൽ നൾ ക്യാരക്ടർ വരും. നൾ ക്യാരക്ടർ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. അതായത് അതുവരെ, അതായത് നെയിം ഓഫ് ഐ എന്ന് പറയുന്നത് = എൻ്റെ എന്തായിരിക്കണം? നൾ ക്യാരക്ടർ ആയിരിക്കണം. ക്ലിയർ അല്ലേ? ഇതൊന്നും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. അവിടെ ഞാൻ ശരിക്കും പറയാണ് കൗണ്ട് ഏതാണ് പറയുന്നത്, കൗണ്ട് ++ എന്ന് പറയുകയാണ്. ഇനി അപ്പോൾ എനിക്ക് കൗണ്ട് കൂടുമല്ലോ. ഇനി ഞാൻ എന്ന് എഴുതുവാണ് printf. ഏതാണ് printf? എനിക്ക് ഏത് വാല്യൂ ആണ് വേണ്ടത്? കൗണ്ടിലെ വാല്യൂ ആണ് വേണ്ടത്. അതുകൊണ്ട് %d ഏതാണ് എനിക്ക് കൗണ്ടിലെ വാല്യൂ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയേ, റൺ ചെയ്തേ. കൗണ്ട് = 0 കിടക്കത്തല്ലേ? അപ്പോൾ ആദ്യമേ നേരത്തെ ഏതോ കൗണ്ടിലെ വാല്യൂ അവിടെ കിടന്നുകൊണ്ടാണ് കൗണ്ട് 0 എന്ന് ആദ്യമേ കൊടുക്കണം. ആദ്യമേ കൗണ്ട് 0 ആണ്. അടുത്ത് എന്തെടുത്ത് ഇവിടെ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഈ പ്രോഗ്രാം വർക്ക് ചെയ്യാൻ നിങ്ങളൊരു പേപ്പറിൽ ഓരോന്ന് എടുക്കണം. അങ്ങനെയാണ് നിങ്ങളുടെ ലോജിക്ക് ബിൽഡ് ചെയ്യുന്നത്. അങ്ങനെ കുറേ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ലോജിക്ക് വന്നോളൂ. നോക്കിയേ, ഇതെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. ഈ ലോജിക്ക് എന്ന് പറയുന്നത് ചുമ്മാ മാനത്തിൽ നിന്ന് പൊട്ടി വരത്തൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് അതായത് ഒരു പ്രോഗ്രാം എഴുതിയപ്പോഴത്തേന് എൻ്റെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തപ്പോൾ കറക്റ്റ് ഔട്ട്പുട്ടാണ്. ഇനി ഇതെങ്ങനെ റൺ ചെയ്യുന്ന ഒരു പേപ്പർ എടുക്കണം. ആ പേപ്പർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്ന് I 0 എടുത്തപ്പോൾ എന്താണ്, I 1 എടുത്തപ്പോൾ എന്താണ്? I 0 എടുത്ത് കണ്ടീഷൻ എന്താ? നെയിം ഓഫ് 0 നൾ ക്യാരക്ടർ ആണോ? ഒരിക്കലും അല്ല. ക്ലിയർ അല്ലേ? അപ്പോഴത്തേന് എന്തുണ്ട്? കൗണ്ട് ++ എന്ന്, അതായത് കൗണ്ട് 1 കൂട്ടാൻ പറഞ്ഞു. അപ്പോൾ കൗണ്ട് 1 ആയി. അടുത്ത ഐ ഞാൻ എന്തെടുത്ത്? I 1 എടുത്ത് നെയിം ഓഫ് 1 നൾ ക്യാരക്ടർ ആണോ? അല്ല. നൾ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി സ്ട്രിംഗിൽ നൾ ക്യാരക്ടർ ഉണ്ട്. ക്ലിയർ അല്ലേ? അതായത് കമ്പൈലർ ഇവിടെ ഇങ്ങനെ ഈ ഡെഫിനിഷനിൽ നമ്മൾ കേളി ബ്രാക്കറ്റ് ഇട്ട ഡെഫിനിഷനിൽ നമ്മൾ നൾ ക്യാരക്ടർ കൊടുക്കണം. പക്ഷെ ഈ ഡെഫിനിഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ട്? നൾ ക്യാരക്ടർ ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത I 2 എടുത്തപ്പോൾ നെയിം ഓഫ് 2 എന്നാണ്, കൗണ്ട് അടുത്ത് കൂട്ടാം. അടുത്ത എന്താണ്? 3 എടുത്തപ്പോൾ നെയിം ഓഫ് 3 U ആണ്, നൾ ക്യാരക്ടർ അല്ല. അതുകൊണ്ട് കൗണ്ട് 4 എടുത്തു. അടുത്ത 4 എടുത്തപ്പോഴത്തേന് എന്താ പറ്റിയത്? N4 ഏതാണ്? നൾ ക്യാരക്ടർ ആണ്. അതായത് ഇത് =. അപ്പോൾ എന്താണ് പറയുന്നത്? ലൂപ്പ് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? കൗണ്ട് 4 എന്ന് കിട്ടി. ഇനി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. ഇനി M∑
ഗോകുലം എന്നടിച്ചു കഴിഞ്ഞാൽ മൊത്തം അടിച്ചു കഴിഞ്ഞാൽ കൗണ്ട് എനിക്ക് അത്രയും കിട്ടി. 13 ഉണ്ടോ ഇത്? 13 ഉണ്ട്. കാരണം ഇത് എംസിഗ്മ 13 ഉണ്ടോ എന്ന് പെട്ടെന്ന് മേടിച്ചു പോയി. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ ഒരു സ്പേസ് ഇട്ട് നോക്കാം. സ്പേസ് ഇട്ട് നോക്കുമ്പോഴത്തേന് എന്താണ് വരുന്നത്? 14 എന്ന് പറഞ്ഞു. കാരണം എന്താ? ഈ സ്പേസും അതിൻ്റെ കൂട്ടത്തിലെടുത്ത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി ബോർഡിലോട്ട് നോക്കിയേ. ഇനി ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ഷൻസ് പഠിക്കാൻ പോവാണ്. അതായത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ശരിക്കും എന്ന് വെച്ചാൽ ഇപ്പോൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും വലിയ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഇനി ഒരു സ്റ്റാൻഡേർഡ് ഫങ്ഷൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ്. strlen. ഓക്കെ, strlen എന്താണ് നമുക്ക് തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ്. നമ്മൾ എപ്പോഴും ഈ പറയുന്ന ഇത്രയും വലിയ ഫോർ ലൂപ്പ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് നമുക്ക് നേരിട്ട് ഈ ഫങ്ഷൻ കോൾ ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ ശരിക്കും ഇതെന്താണ് നമുക്ക് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഏതാണ് പറയുന്നത്, ഒരു നെയിം, ഒരു നമ്മൾ ഏതാണ് പറയുന്നത്, മനു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിങ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി എങ്ങനെയാണ് കണ്ടേ? strlen ഓഫ് ഈ അറയുടെ പേരിട്ട് കൊടുത്താൽ മതി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ആയിരിക്കും. അത് ഞാനിപ്പോൾ എന്തിലേക്ക് മാറ്റണം? ഒരു എം, അതൊരു ഇൻറ്റിജർ വാല്യൂ ആണ്, ഇൻറ്റ് എമ്മിലേക്ക് മാറ്റണം. ഇനി നിങ്ങൾ പ്രിൻ്റ് എഫ് ഈ പറയുന്ന %d എം ഒന്ന് എടുത്ത് നോക്കിയേ, 4 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതായത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ strlen എഴുതിക്കോ, കൗണ്ട് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, കൗണ്ട് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എക്സ്ക്ലൂഡിങ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സ്ക്ലൂഡിങ് നമ്മൾ നൾ ക്യാരക്ടർ. അതായത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ ആണ് തരുന്നത്, എക്സ്ക്ലൂഡിങ് നൾ ക്യാരക്ടർ. ക്ലിയർ അല്ലേ? ഇനി നമുക്കൊന്ന് പ്രോഗ്രാമിൽ ഇരുന്ന് നോക്കാം. പ്രോഗ്രാമിൽ നോക്കിയാൽ നമ്മളിപ്പോൾ ഏതാണ് എഴുതുന്നത്? എംസിഗ്മ എന്ന് പറഞ്ഞെഴുതി, ക്യാരക്ടറിനെ എഴുതി. ഇനി ഞാൻ എഴുതാൻ പോകുന്നത് strlen ഓഫ്, എനിക്ക് വെറുതെ എന്താണ് പറയുന്നത്, ഈ സ്ട്രിങ്ങിൻ്റെ പേര് മാത്രം കൊടുക്കാം. അതെന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആയിരിക്കും, എം ഈസ് ഈക്വൽ ടു എന്ന് കൊടുക്കാം. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ ആ ഇൻറ്റ് എമ്മിനെ ഒന്ന് ഡിഫൈൻ ചെയ്യണം. ഇനി എനിക്ക് എന്ത് കിട്ടിയാൽ മതി? % ആ എമ്മിൻ്റെ വാല്യൂ. നോക്കിയേ, ഇവിടെ നോക്കിയേ, എറർ വന്ന്. എററിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാരണം ഹാഷ് ഇൻക്ലൂഡിനകത്ത് പ്രശ്നമാണ്. അതായത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിരുന്നു, ബോർഡിലോട്ട് നോക്കിയേ, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു പവർ ഓഫ് a, b എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? a⁻b കണ്ടുപിടിക്കണം. ഈ പവർ ഓഫ് ab എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ എൻ്റെ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷനിൽ ഞാൻ math.h, അതായത് ഹാഷ് ഇൻക്ലൂഡ് math.h ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ ഇവിടെ ഒരു കാര്യമുണ്ട്, സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ഷൻസ്. അതായത് ഞാനിപ്പോൾ പറഞ്ഞത് strlen സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ strcmp, strcp കോപ്പി, സ്ട്രിങ് ക്യാറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ സാധനങ്ങളെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ എന്തുകൂടി ഉപയോഗിക്കണം? ഹാഷ് ഇൻക്ലൂഡ് string.h മാത്രമേ ഈ കാര്യങ്ങൾ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തോണം, നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. എന്താണ്? string.h. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ എന്താണ് പറഞ്ഞത്, ഈ കാര്യം എഴുതാഞ്ഞത്. ആ കാര്യം എഴുതാഞ്ഞപ്പോൾ ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കി, കണ്ടില്ല? എംസിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ലെറ്റർ. ഇനി ഞാനിവിടെ മനു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ലെറ്ററാണ്? 4 ലെറ്റർ ഉണ്ടാകും. ക്ലിയർ അല്ലേ? അപ്പോൾ strlen വളരെ സിമ്പിളായിട്ട് ഓർത്താൽ മതി. സിൻടാക്സ് ഇത്രയേ ഉള്ളൂ. strlen എന്നെടുത്തിട്ട് ആ പറയുന്ന അറേ അല്ലെ ആ പറയുന്ന സ്ട്രിങ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഇൻറ്റിജർ ആണ്. അതുകൊണ്ട് നമ്മളൊരു എമ്മിലേക്കും എല്ലാം സേവ് ചെയ്യാം, ഒരു ഇൻറ്റിജറിലേക്ക് സേവ് ചെയ്യുക. അതായത് ഇൻറ്റ് എം. ഇത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നതിന് പകരം നമ്മൾ പഠിച്ചിട്ടുള്ളല്ലേ പല രീതിയിൽ ഇങ്ങനെ എഴുതാം. ഇൻറ്റ് ഇവിടെ തന്നെ ഡിഫൈൻ ചെയ്തുകൊണ്ട് ഇൻറ്റ് എം ഈക്വൽ ടു എന്ന് എഴുതാം. എന്നാൽ അപ്പോൾ എന്തായി? ഈ പറയുന്ന മനു എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ പേര് ഇതിലേക്ക് സേവ് ചെയ്തു. അടുത്ത വളരെ നോക്കിയേ, strcpy സ്ട്രിങ് കോപ്പി. അതായത് ഇതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ strcpy ഒരു ഫസ്റ്റ് സ്ട്രിങ് കോമ സെക്കൻഡ് സ്ട്രിങ്. അതായത് ഇവിടെ എന്താണ് സ്ട്രിങ് കോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് സ്ട്രിങ്ങിലുള്ള ആ വാല്യൂ ഫസ്റ്റ് സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യപ്പെടും. ക്ലിയർ അല്ലേ? ഇതാണ് strcpy എന്ന് പറയുന്നത്. എഴുതിയെടുത്തോ. അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് strcpy നമ്മൾ എപ്പോഴും വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂ സ്ട്രിങ്ങിനകത്ത്
ഓൾഡ് സ്ട്രിങ് എന്ന് എഴുതും. അതായത് strcpy എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് സ്ട്രിങ്ങിലുള്ള ഈ വാല്യൂസ് എങ്ങോട്ട് പോകും? ന്യൂ സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യും. ഓക്കെ, ഇതിനി പ്രോഗ്രാമിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുന്ന നോക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. ഞാനിപ്പോൾ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിനെ ഒരു പേര് വിളിക്കുവാണ്. ഈ സ്ട്രിങ്ങിനെ ഞാൻ ഓൾഡ് എന്ന് വിളിക്കുവാണ്. ഓൾഡിനകത്ത് ഞാൻ എന്താണ് സേവ് ചെയ്യുന്നത്? ഓൾഡ് എന്ന് തന്നെ സേവ് ചെയ്യണം. ഇത് ഓൾഡ് സ്ട്രിങ് എന്നിട str പേരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അടുത്ത ശരിക്കും ഞാൻ ഡിഫൈൻ ചെയ്യുന്ന സ്ട്രിങ് ഏതാണെന്ന് അറിയാവോ? ന്യൂ സ്ട്രിങ് ആണ്. ന്യൂ സ്ട്രിങ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ന്യൂ എന്നും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഡെഫിനിഷൻ വന്നത് എന്താണ്? നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ എന്താണ് വന്നത്? എന്താണ്? ഓൾഡ് സ്ട്രിങ്ങിനകത്ത് ഓൾഡ് എന്ന് പറയുന്ന വാല്യൂ, ന്യൂ സ്ട്രിങ്ങിനകത്ത് ന്യൂ എന്ന് പറയുന്ന വാല്യൂ ആണുള്ളത്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ strcpy സ്ട്രിങ് കോപ്പി എന്നാണ്. strcpy എൻ്റെ ന്യൂ സ്ട്രിങ് എന്നിട്ട് കോമ ഓൾഡ് സ്ട്രിങ് എന്നിട്ട്. ഇതിൻ്റെ അർത്ഥം ഇപ്പം എപ്പോഴും നോക്കണം. എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്? ശരിക്കും ഓർത്തണം. ഓൾഡ് സ്ട്രിങ്ങിലുള്ള വാല്യൂ ന്യൂ സ്ട്രിങ്ങിലേക്ക് കോപ്പി ആവും. ഇപ്പോൾ ഓൾഡ് സ്ട്രിങ്ങിൽ ഏതാ വാല്യൂ ഉള്ളത്? നമുക്കൊന്ന് പെർസെൻറ്റേജസ് എടുത്ത് നോക്കാം. ഏത് സ്ട്രിങ് ആണിത്? നമുക്ക് നോക്കാം. ഇപ്പോൾ ഓൾഡ് സ്ട്രിങ്ങിൽ ഓൾഡ് ആണ്, ന്യൂ സ്ട്രിങ് ന്യൂ ആണ്. strcpy എന്താണ് പറയുന്നത്? ഓൾഡ് സ്ട്രിങ്ങിലുള്ളടുത്ത് ന്യൂ സ്ട്രിങ് കോപ്പി ചെയ്യാനാണ് പറയുന്നത്. ഓൾഡ് സ്ട്രിങ്ങിൽ എന്താണുള്ളത്? ഓൾഡ് ആണുള്ളത്. അതെടുത്തിട്ട് ന്യൂ സ്ട്രിങ് കോപ്പി ചെയ്യാൻ പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ന്യൂ സ്ട്രിങ് എന്ന് ഞാനിപ്പോൾ അടിച്ചു കൊടുത്താൽ എന്താ കിട്ടേണ്ടത്? ഇപ്പം ന്യൂ സ്ട്രിങ്ങിൽ എന്തായിരിക്കും ഔട്ട്പുട്ടിന് മുമ്പേ നമുക്ക് നോക്കാം. ഓൾഡ് സ്ട്രിങ്ങിലുള്ള സാധനം ഇപ്പം ന്യൂ സ്ട്രിങ് strcpy ഇതിനകത്തുള്ള സാധനം ഇതിലേക്ക് കോപ്പി ചെയ്യാനാണ്. ഇതിനകത്ത് എന്താണുള്ളത്? ഓൾഡ് ആണ്. ആ ഓൾഡ് ഇപ്പം ന്യൂ സ്റ്റാറിൽ വന്ന് നോക്കിയേ. അപ്പം അത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾഡ് എന്ന് പ്രിന്റ് ചെയ്യും. ഇനി നമുക്കൊന്ന് തിരിച്ചു കൊടുത്ത് നോക്കാം. ഇനി തിരിച്ചൊന്ന് നോക്കിയേ. തിരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓൾഡ് str, ഇവിടെ എന്താണ് പറയുന്നത്? ന്യൂ str. ഇതിൻ്റെ അർത്ഥം എന്താ? ന്യൂ strലുള്ളത് ഓൾഡ് strലോട്ട് പോകാനാണ്. ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞത് എന്താ? ന്യൂ str. ന്യൂ strലുള്ള സാധനം, ന്യൂ strലുള്ളത് ഓൾഡ് str പോകാൻ പറഞ്ഞത്. ന്യൂ strൽ എന്താ ഉള്ളത്? ന്യൂ ആണുള്ളത്. അത് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞ്. അങ്ങനെയാണ് ന്യൂ str എന്ത് തന്നെ ആയിരിക്കും? കാരണം ന്യൂ strന് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ന്യൂ str പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ന്യൂ തന്നെ പ്രിന്റ് ചെയ്യും. ഇനി ഞാനൊരു കാര്യം പറയാണ്, ഓൾഡ് str പ്രിന്റ് ചെയ്യാൻ പറയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഓൾഡ് str. പക്ഷെ തൊട്ടു മുമ്പ് നേരത്തെ ഓൾഡ് str ഓൾഡ് ആയിരുന്നു. ഈ ഓൾഡ് strലോട്ട് ന്യൂ str കോപ്പി ചെയ്യാനാണ് പറഞ്ഞത്. ന്യൂ strലുള്ള സാധനം എന്താണോ അത് ഇങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. ന്യൂ strലുള്ള എന്താ? ന്യൂ ആണ്. ആ ന്യൂ ഇങ്ങോട്ട് കോപ്പി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് എന്താണ് ആൻസർ? ന്യൂ എന്ന് പറഞ്ഞു തരണം. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ സ്ട്രിങ് കോപ്പി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിക്കോ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ strcat കോൺകാറ്റിനേറ്റ് ചെയ്യാന്ന് പറയും. കോൺകാറ്റിനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? വെല്ലെന്നുണ്ട്, ഫസ്റ്റ് ടൈം വെല്ലെന്നുണ്ട്, രണ്ടാമത്തെ ടൈം കമ്മെന്നുണ്ട്. കോൺകാറ്റിനേറ്റ് ചെയ്താൽ വെൽക്കം എന്ന് കിട്ടും. അപ്പം strcat എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്ട്രിങ് കോമ സെക്കൻഡ് സ്ട്രിങ്. അതായത് രണ്ട് സ്ട്രിങ്ങിനെ നമ്മൾ എന്താക്കും? കോൺകാറ്റിനേറ്റ് ചെയ്യുന്നതിനാണ് strcat എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ strcat എന്ന് കൊടുത്ത് എൻ്റെ ഓൾഡ് സ്ട്രിങ് അല്ലെ സ്ട്രിങ് 1 എന്നിടാം. ഓക്കെ, സ്ട്രിങ് 1 ഇതിന് എന്താണ്? സ്ട്രിങ് 2 എന്നിടാം. മറ്റേ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഓൾഡ് ന്യൂ എന്നിട്ടത്. സ്ട്രിങ് 2 എന്നിടാം. ഇവിടെ ശരിക്കും ഞാൻ വെല്ലെന്ന് കൊടുത്ത്, മറ്റേ ഞാൻ എന്ത് കൊടുത്ത്? കമ്മെന്ന് കൊടുത്തു. ഓക്കെ, ഇനി strcat ഏതൊക്കെയാണ്? രണ്ടും ചെയ്യണം. അതായത് str1ഉം str2. ഓക്കെ, ഇനി ഒന്ന് നോക്കണം. ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത് ഇത് എപ്പോഴും ഓർത്തോണം. കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് സ്റ്റോർ ആകുന്നു നോക്കണം. strcat എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്ട്രിങ് കോൺകാറ്റിനേറ്റ് ചെയ്യുക, കൂട്ടിച്ചേർക്കുക എന്നാണ്. str സ്ട്രിങ് 1, str സ്ട്രിങ് 2. അതായത് str1 കൂടി str2 ആഡ് ചെയ്യുക എന്നാണ്. എന്നിട്ട് അത് str1 എന്ത് ചെയ്യാന്നാണ്? കോപ്പി ചെയ്യാന്നാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് എവിടെ പോയിട്ടാണ് സേവ് ചെയ്യുന്നത്? str1 സേവ് ചെയ്യുന്നത്. നോക്കിയേ, കണ്ടില്ലേ? രണ്ടുകൂടി ഒന്നിച്ച് വന്നിട്ടുണ്ട് വെൽക്കം എന്ന് പറയുന്നത്. ഇനി ഞാൻ str2 ഒന്ന് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലോ? ഇനി ഞാൻ str2 ഒന്ന് പ്രിന്റ് ചെയ്യാൻ പറയാണ്. str2 വെൽക്കം വന്നോ? ഒരിക്കലും ഇല്ല. എപ്പോഴും ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടതുണ്ട് strcat.
അപ്പോൾ എപ്പോഴും ഇതിനകത്തൊരു കാര്യമുണ്ട്, ഈ സ്ട്രിങ് 1ഉം സ്ട്രിങ് 2 കൂടി കൂട്ടിച്ചേരുവാണ്. അപ്പോൾ ഒന്നാമത്തെ സ്ട്രിങ്ങിന് എന്തായിരിക്കണം, സൈസ് വലുതായിരിക്കണം. എപ്പോഴും ഓർത്തോണം, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ലെങ്ത് ആഡ് ചെയ്യുന്നതിലും കൂടുതലായിരിക്കണം. ഒന്നാമത്തെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് പ്ലസ് രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ ലെങ്തിനെക്കാട്ടിലും കൂടുതലായിരിക്കണം ഒന്നാമത്തെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്, എങ്കിലേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ആദ്യമേ എന്ത് പഠിച്ച്, STR-LEN വളരെ സിമ്പിളാണ്, അതൊരു ഇൻറ്റിജർ വാല്യൂ ആണ് കിട്ടുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത്. രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്താ, സ്ട്രിങ് കോപ്പി. അതായത് രണ്ടാമത്തെ സ്ട്രിങ്ങിലുള്ള ഇവിടെ STR-CPY ആണെങ്കിൽ എന്താ, സ്ട്രിങ് കോപ്പി. ഇവിടെ CPY ആണ് എന്താ, രണ്ടാമത്തെ വാല്യൂ, ഈ സ്ട്രിങ്ങിലുള്ള വാല്യൂ ഈ സ്ട്രിങ്ങിലോട്ട് കോപ്പി ചെയ്യും. മൂന്നാമത്തെ എന്താണ്, ഈ സ്ട്രിങ്ങിന്റെ ബാക്കിൽ ഈ സ്ട്രിങ് കോൺകാറ്റിനേറ്റ് ആവും. അതായത് ഇതിന്റെ ബാലൻസ് ആയിട്ട് ഇത് വരും. ഒന്നാമത്തെ സ്ട്രിങ്ങിന്റെ ബാക്കിയായിട്ട് രണ്ടാമത്തെ സ്ട്രിങ് വരും. എന്തെല്ലാം കൂടി ഒന്നാമത്തെ സ്ട്രിങ്ങിൽ സ്റ്റോർ ആവും. അപ്പൊ എപ്പോഴും ഒന്നാമത്തെ സ്ട്രിങ്ങിന് ഒരു പ്രത്യേകത വേണം, രണ്ടിന്റെ സൈസിനേക്കാളും കൂടുതലൊരു അറേ സൈസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ലാസ്റ്റത്തെ ഒന്ന് എഴുതിക്കോ, STR-CMP, സ്ട്രിങ് കമ്പയർ. സ്ട്രിങ് കമ്പയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്ട്രിങ് തമ്മിൽ കമ്പയർ ചെയ്യാന്നാണ്. അതായത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ STR-CMP നമ്മുടെ എന്താണ്, STR-1 ഇടും, അടുത്ത എന്താണ്, സ്ട്രിങ് 2 ഇടും. ഇതിൻ്റെ വാല്യൂ എപ്പോഴും തരുന്നത് ഒന്നെങ്കിൽ 0 തരും, അല്ലെ ഒരു പോസിറ്റീവ് വാല്യൂ തരും, അല്ലെ ഒരു നെഗറ്റീവ് വാല്യൂ തരും. എപ്പോഴും ഓർക്കണം, 0 ആണെങ്കിൽ സ്ട്രിങ് ഈക്വൽ ആണെന്നാണ്, രണ്ട് സ്ട്രിങ്ങും ഒന്നാണെന്നാണ്. ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ഈ പറയുന്ന ഒന്നാമത്തെ സ്ട്രിങ് വലുതാണെന്നും നെഗറ്റീവ് വാല്യൂ ആണ് രണ്ടാമത്തെ സ്ട്രിങ് വലുതാണെന്നുമാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ASCII വാല്യൂസ് ആണ് എടുക്കുന്നത്. അതിലെപ്പോഴും എടുക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഒന്നാമത്തെ സ്ട്രിങ് നമ്മൾ ബനാന എന്ന് കൊടുത്ത്, രണ്ടാമത്തെ സ്ട്രിങ് ആപ്പിൾ എന്ന് കൊടുത്ത്, ഈ പറയുന്ന ബിയും ഉണ്ട് എയും ഉണ്ട്. എപ്പോഴും ഇത് കമ്പയർ ചെയ്യുന്ന ആദ്യത്തെ ഡിഫറൻ്റ് ആയിട്ടുള്ള ലെറ്റർ നോക്കും. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ സ്ട്രിങ് ബിയുടെ ASCII വാല്യൂ ഒരിക്കലും ഒന്ന് 66 ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എയുടെ എത്രയാണ്, 65 ആണ്. അങ്ങനെയാണ് ഇത് രണ്ടും ചെയ്തപ്പോഴത്തേന് എനിക്കൊരു പോസിറ്റീവ് വാല്യൂ കിട്ടി. പോസിറ്റീവ് വാല്യൂ കിട്ടിയാൽ ഓർത്തോണം എന്താണ് പറയുന്നത്, ഈ സ്ട്രിങ് ആണ് വലിയ സ്ട്രിങ് എന്ന്. ഇതിൻ്റെയൊക്കെ ഗുണം വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഡിക്ഷണറിയിൽ ആദ്യത്തെ വേർഡുകൾ, അതായത് എപ്പോഴും ഓർത്തണം, ഇത് മൈനസ് ഇത് ചെയ്തു, അപ്പോൾ പോസിറ്റീവ് ആയിട്ടില്ല, അപ്പോൾ ഇത് വലിയ വാല്യൂ ആണെന്നാണ്. ഡിക്ഷണറി ABC എന്ന് വെച്ച് കഴിഞ്ഞാൽ A കഴിഞ്ഞിട്ടല്ലേ B വരുന്നത്. അപ്പോൾ ഇതേ മൈനസ് ഇത് ചെയ്യുമ്പോൾ ASCII വാല്യൂസ് നെഗറ്റീവ് ആണ്. മോർ നെഗറ്റീവ് ആകുമ്പോൾ ഡിക്ഷണറിയിൽ ആദ്യത്തെ വേർഡിലേക്ക് വരും. മോർ പോസിറ്റീവ് ആകുമ്പോൾ എന്താ, ഡിക്ഷണറിയിൽ അവസാനത്തെ വേർഡുകൾ വരും. ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഞാൻ ഇത് വെച്ച് പറഞ്ഞതേ ഉള്ളൂ, കൺഫ്യൂഷൻ ആകണ്ട. വളരെ സിമ്പിളായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ STR കമ്പാരിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്ട്രിങ് പ്രോഗ്രാമിൽ നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് സ്ട്രിങ് ഞാൻ കമ്പയർ ചെയ്യുവാണ്. ആദ്യമേ നമുക്ക് HHH എന്നെടുക്കാം, രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്, HHH എന്നെടുക്കാം. ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്, സ്ട്രിങ് കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. സ്ട്രിങ് കമ്പാരിസൺ ചെയ്യുവാണ്. എന്ന് കമ്പയർ ചെയ്തിട്ട് എനിക്ക് ഏതാണ് പറഞ്ഞത്, സ്ട്രിങ് കമ്പാരിസൺ നമ്മൾ എപ്പോഴും കിട്ടുന്നത് എന്തായിരിക്കും, ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ m ഇട്ടു. എന്നിട്ട് ഞാൻ അതിനെ %d ഏതാണ് m പ്രിന്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ എന്താണ് പ്രിന്റ്, ഇവിടെ എന്ത് വരും, ഇവിടെ ശരിക്കും സ്ട്രിങ് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് സ്ട്രിങ്ങും ഈക്വൽ, അതുകൊണ്ട് 0 വരും. ഇനി ഞാൻ ഇവിടെ ഒരു വാല്യൂ ഇടുവാണ്, ഇവിടെ A ഇടുവാണ്, ഇവിടെ B ഇടുവാണ്. കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒന്നാമത്തത് വിത്ത് രണ്ടാമത്തതാണ്, ഇതേ വിത്ത് ഇതാണ്. ഇവിടെ ASCII വാല്യൂ ഏതാണ്, എയുടെ വലിയ വാല്യൂ ആണ്, A ചെറുതാണ്, B വലുതാണ്. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പം ഒന്നാമത്തത് ചെറുതാണെന്നാണ്. ഇനി നോക്കിയേ, ഇത് ഫസ്റ്റ് ചെക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം HH ആണെന്നിരിക്കട്ടെ, ലാസ്റ്റ് നമ്പർ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ചെക്ക് ചെയ്യില്ല, എല്ലാം ഈക്വൽ ആണ്. അപ്പോൾ ഡിഫറൻസ് വരുന്ന Cയും Fഉം ആണ്. ഇവിടെ നമുക്കറിയാം ASCII വാല്യൂ C ചെറുതാണ്, ഇത് വലുതാണ്. അപ്പോൾ ഇതേ മൈനസ് ഇത് ചെയ്യുമ്പോൾ ഇവിടെയും കിട്ടുന്നത് എന്തായിരിക്കും, നമുക്കൊരു നെഗറ്റീവ് ആണ്. നെഗറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ഓർത്തോണം, എന്താണ് ഓർക്കുന്നത്, ഇതാണ് ഇതേ മൈനസ് ഇത്. ഇനി തിരിച്ച് ചെയ്ത് നോക്കിയാൽ, തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ മൈനസ് ഇതാണ്, പോസിറ്റീവ് വാല്യൂ കിട്ടും. അപ്പോൾ 2 - 1 ആണ്. 2 - 1 ചെയ്തപ്പോൾ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആണ് വലിയ നമ്പർ എന്നാണ്. കൃത്യമുള്ളൂ, ഇത്രയേ ഉള്ളൂ. മറിച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് എന്ന് പറയുന്നത്, സ്ട്രിങ്ങിൽ പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. ഞാൻ കൺക്ലൂഷനായിട്ട് ലാസ്റ്റ് ഒന്ന് കേട്ടോണം, ബോർഡിലോട്ട് നോക്കി. കൺക്ലൂഷനായിട്ട് സ്ട്രിങ്ങിൽ പറയാൻ ഇത്രയേ ഉള്ളൂ, ഇതൊരു ക്യാരക്ടർ അറേ എന്ന് പറയാം. നമ്മൾ അറേ പഠിച്ചു കഴിഞ്ഞാൽ, അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു
കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിൽ സിമിലർ ആയിട്ടുള്ള ഇതെല്ലാം എന്താണ് ഇൻറ്റിജർ ആണ്. ഇങ്ങനെ കുറേ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് അറേസ് എന്ന് പറയുന്നത്. ഈ ഇൻറ്റിജറിന് പകരം ക്യാരക്ടറുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റിയാൽ അതിനെ സ്ട്രിങ് എന്ന് പറയും. ഓൾവേസ് ഇറ്റ് ഈസ് എൻഡിങ് വിത്ത് എ നൾ ക്യാരക്ടർ എന്ന് പറയും. ക്ലിയർ അല്ലേ? നമ്മൾ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറയുന്ന സ്ട്രിങ് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സ്ട്രിങ് ഡിഫൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ str സ്ട്രിങ് ഡിഫൈൻ ചെയ്യുന്നതിൽ ഇങ്ങനെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നേരിട്ട് എന്താണ് ഈ പറയുന്ന str എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ എടുക്കും. അതിനകത്ത് MANE ഓൾവേസ് റിമെമ്പർ നൾ ക്യാരക്ടർ. അതാണ് ഈ സ്ട്രിങ് ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് ക്യാരക്ടർ ബൈ ക്യാരക്ടർ പ്രിന്റ് ചെയ്യാൻ പറയാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇത് str0 ആണ്, ഇത് str1 ആണ്, ഇത് str2 ആണ്, ഇത് str3 ആണ്, ഇതെന്താണ് str4 നൾ ക്യാരക്ടർ. അതായത് ഞാനൊരു ഫോർ ലൂപ്പ് i = 0 എന്ന് സ്റ്റാർട്ട് ചെയ്താൽ 0 1 എടുക്കാം 2 എടുക്കാം. എപ്പോഴും എവിടെ വരെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് അറിയോ? നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ സ്ട്രിങ് ഓഫ് i എന്താകാൻ പാടില്ല, നൾ ക്യാരക്ടർ ആകാൻ പാടില്ല. നൾ ക്യാരക്ടർ ആണോ ലൂപ്പ് എൻഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടൊരു കാര്യമുണ്ട്. നമ്മൾ സ്ട്രിങ്ങിനെ ഇൻപുട്ട് എടുക്കുന്ന %s വെച്ചിട്ടാണ്. 1 മിനിറ്റിൽ ഓർത്തിരിക്കാനുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്താൽ മതി. %s വെച്ചിട്ടാണ്. പക്ഷെ %s കൊടുക്കുമ്പോഴത്തേന് മനു എന്ന് പറയുന്ന വേർഡ് മാത്രമേ എടുക്കത്തുള്ളൂ. മനു M എന്ന് പറയുന്ന മൾട്ടി വേർഡ് എടുക്കാൻ പറ്റില്ല. മൾട്ടി വേർഡ് എടുക്കുന്ന ഗെറ്റസ് അല്ലെങ്കിൽ പുട്ടസ് എന്ന് പറയുന്ന സാധനമാണ് വേണ്ടത്. ഗെറ്റസ് നമ്മൾ ഔട്ട്ഡേറ്റഡ് ആണ്, ഉപയോഗിക്കുകയില്ല. അതിന് പകരം എഫ് ഗെറ്റസ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് സ്ട്രിങ്ങിൻ്റെ പേര് എഴുതണം, അതിൻ്റെ സൈസ് എഴുതണം, പിന്നെ stdin എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഫയലും കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഒരു മൾട്ടി വേർഡ് എടുക്കുന്നത്. ഇനി നമ്മൾ സ്ട്രിങ് ഫങ്ഷൻസ് ആണ് പഠിച്ചത്. അതിൽ strlen സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ്. അതെപ്പോഴും ഒരു ഇൻറ്റിജർ വാല്യൂയിലേക്ക് വേണം നമ്മൾ ആ സ്ട്രിങ്ങിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, ഇതൊരു വാല്യൂ ആണ്, അത് എമ്മിലേക്കാണ് സേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറെ ഒരു വാല്യൂ ഉണ്ട്. ഏതാണ്? ലാസ്റ്റ് പറയുന്ന സ്ട്രിങ് കമ്പയറും എന്ത് തന്നെയാണ്, ഒരു വാല്യൂ തന്നെയാണ്. 0 പോസിറ്റീവ് അല്ലെ നെഗറ്റീവ് ആയിരിക്കും. അത് രണ്ട് ഇൻറ്റിലേക്ക്. മറ്റേ ഉള്ളത് str കോപ്പിയാണ്, പിന്നുള്ളത് str ക്യാറ്റ് ആണ്. വളരെ സിംഗിളാണ്. സ്ട്രിങ് 1 സ്ട്രിങ് 2 ആണെന്ന് ഇരിക്കട്ടെ. സ്ട്രിങ് 1 സ്ട്രിങ് 2. str കോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ S2ലുള്ള വാല്യൂ അല്ല S1 കോപ്പി ചെയ്യപ്പെടും. ഇതെന്താണ് ആകുന്നത്? S1 S2 വെറുതെ കൂട്ടിച്ചേർത്ത് എഴുതി വെക്കും. ആൻഡ് വിച്ച് വിൽ ബി അത് എങ്ങോട്ട് സ്റ്റോർ ആവും? S1 സ്റ്റോർ ആവും. ക്ലിയർ അല്ലേ? S1 വെല്ലുണ്ട്, S2 കമ്മുണ്ടെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ S1 വെൽക്കം. ഇത്രയും കാര്യങ്ങളെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ സ്ട്രിങ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ.